ഹായ് ഗായ്സ്, അപ്പോൾ ഇറ്റ്സ് മീ അബിയൽ. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഗായ്സ് ഒരു ക്രിക്കറ്റാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. എങ്ങോട്ട്? ഇതൊരു ആഡാണ്. ആഡിൽ നിന്ന് വന്നെടുക്കണം. നമുക്ക് ഇവിടെ നോക്കി പോകും. ഇപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നതാണ് T20. അതിൻ്റെയാണ്. നൈസ് ഗെയിം. നിലക്കുള്ള ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നൈസാണ്. നമ്മളിങ്ങനെയൊക്കെ കളിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓരോ ടാക്ടിക്സ് ഉണ്ട്. മിക്കവാറും ഔട്ടാവാറുണ്ട്. ഇതിൽ NB ആവാൻ പാടില്ല കേട്ടോ, നോബോളാണ്. ഓ ഗൈസ്, ഇങ്ങനെ ഇടയ്ക്ക് ഒരു സ്റ്റക്നെസ് ഉണ്ടാവും. അത് എന്ത് ഗൈസ്? അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുടങ്ങാം. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ അബിയൽ ഗെയിമിംഗ് ആൻഡ് സ്പോർട്സ് ഈ ഇടയ്ക്ക് ഇത് വരുന്നുണ്ട്. അത് 46 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഗൈസ് എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും അപ്പോൾ അതാ രോഹിത് ശർമ്മ ഒരു റൺ ഉണ്ടല്ലേ? രോഹിത് ശർമ്മ പറ്റും. ഔട്ടാവില്ല. നിങ്ങൾക്ക് കിട്ടില്ല ക്യാച്ചുകളൊക്കെ ഉണ്ട് ഔട്ട് ഇവിടെ. ഓക്കെ, മഹേന്ദ്ര സിംഗ് സ്പിന്നേഴ്സിന് റിപ്പീ ഇവിടെ വെച്ചിട്ട് അങ്ങനെ പറയാം. തമ്പി ഇപ്പോൾ ഔട്ടാൻ കണ്ടതേ. ഔട്ട് അല്ല, ഔട്ടല്ലേ? അന്തങ്ങനെ കുറച്ചുകൊണ്ട് നീങ്ങി നല്ല ടാറ്റിക്സ് നടക്കുള്ളൂ. സ്റ്റംപ് ഔട്ട് വന്നിട്ടുള്ളൂ. ഇങ്ങനെ ഡോട്ട് ഡിപ്പിച്ച് നമ്മുടെ ഓവറേഴ്സൊക്കെ കളയാം. കുറച്ച് പതുക്കെ കളിക്കണം. പെട്ടെന്ന് ഔട്ടാക്കി നമുക്ക് വിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഈ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് സ്കോർ ബോർഡ് എത്രയാണ് നോക്കാൻ പറ്റണില്ല. സ്കോർ ബോർഡ് എത്രയാണ് നമുക്ക് കുറച്ച് അങ്ങനെ നോക്കാം. ഈ ഓവർ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കോർ ബോർഡ് കാണാൻ പറ്റും. ഓഫ്, എന്നാൽ കിട്ടില്ല. സ്പിന്നായി. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഔട്ടാക്കാം. ഔട്ടായില്ലേ? ഇത് ഔട്ട്. ഔട്ട് ടോട്ടൽ 2 റണ്ണ്, 2 വിക്കറ്റ്, 20. 2 ഓവറായിട്ടോ. 2 ഓവറായി 20. 2 വിക്കറ്റ് പോയി. ഒരു കാശ് നിറക്കേണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വിക്കറ്റ് നമുക്ക് കാട്ടത്. വിക്കറ്റ് ആയതാ. എത്ര ഓവറാണാവോ അറിയില്ല, നോക്കണം. ഇതൊക്കെ ഈസിയാണ്. നമുക്ക് കുറച്ച് നമുക്ക് ഡോട്ടൊക്കെ ഇട്ട് വിളിക്കാം. എക്സ്ട്രാ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഔട്ട് ഔട്ടാവും. ഇതിന് തന്നെ പ്രഡിക്ഷൻ നടക്കാത്ത. അപ്പോൾ വേൾഡ് കപ്പ് അങ്ങനെ കഴിഞ്ഞു. ഓഫ്, 2 ഓവറായിട്ട് ഒരു ബൗണ്ടറി പോലും ആയിട്ടില്ല കേട്ടോ. ഇത് 6 4 ഒന്നും അടിച്ചിട്ടും കൂടി ഇല്ല. ഏറ്റവും വലിയ ടാറ്റിക് പ്ലാൻ. ഇനി കുറച്ച് നേരം ഹെലികോപ്റ്റർ ഷോട്ട് അടിക്കാൻ നിൽക്കുന്ന ഇവിടെ നിന്ന് കുറച്ച് റെക്കിടാം. ഔട്ട്
കുറേ നേരമായി ഔട്ടാവില്ല, കളിക്കില്ല, ചുമ്മാ കുറേ നേരം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഔട്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് മഹേന്ദ്ര സിംഗ് ഉണ്ട്, നമ്മുടെ സ്വന്തം മഹേന്ദ്ര സിംഗ്, ധോണിജി, ധോണി. ഓക്കെ, പറത്തിയിട്ടുണ്ട്. ഒരു ബൗണ്ടറി ഇല്ല. ഷിറ്റ്, അതിൻ്റെ ഇതൊന്നും ടാക്റ്റിക് മാറ്റിയില്ല. നോർമൽ വണ്ണിൽ നിന്ന് ഡിഫൻസ് 3 ഇട്ടു. നമുക്ക് നോർമൽ വണ്ണിക്ക് ഇടാം. ഇത് എക്സ്ട്രാ നോബോള അല്ലേ? നോബോളല്ലേ? എനിക്ക് കുഴപ്പമില്ല, നോബോളല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവന്മാരിങ്ങനെ അടിക്കാനിരിക്കാൻ നമ്മളെല്ലാം നോക്കണം. ഇങ്ങോട്ടാണ് സ്റ്റംപ് ഔട്ടാക്കാനാണ് നോക്കണം. ധോണി. ഇത് ചെന്നൈ മുംബൈ ആട്ടോ കളി. ഇല്ല, ചെന്നൈയും മുംബൈ. ഞാൻ ചെന്നൈക്ക് ഇഷ്ടം. ചെന്നൈ ഇപ്പോൾ അവർ റണ്ണെടുക്കും, അതിപ്പോൾ റണ്ണൗട്ട് ഔട്ട്. ധോണിക്ക് അങ്ങനെ ഇപ്പോൾ എത്രാമത്തെ വിക്കറ്റാണ്? 3 വിക്കറ്റായി ധോണിക്ക്. ഹർദിക് പാണ്ഡ്യ അടിക്കും. 6ഉം 4ഉം തന്നെ. ഇനി നമുക്ക് സഞ്ജിച്ചേട്ടൻ എടുക്കാം. 4 വിക്കറ്റാട്ടോ, 6 റണ്ണും. ഷിറ്റ്, ഇതായില്ല. ഞാൻ പോയി വെച്ച് ബൗണ്ടറി അടിക്കുന്നു. 10 റണ്ണാവുന്നു. ഇത് എത്ര ഓവറിൽ കളി കഴിയണില്ലേ? 5:50 മതി. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു ഔട്ടും കൂടി ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഈസി ഔട്ടുകളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ കഴിയും. അങ്ങ് പോട്ടെ. അയ്യോ, ഞാൻ ഇതല്ലേ ഔട്ടാക്ക്. അത്ര ഉള്ളു ഔട്ട്, റണ്ണൗട്ട്. റണ്ണെടുത്തിട്ടവര് അത് ബോറിൽ ഗണ്ണ് ഹെലികോപ്റ്റർ അടിക്കാൻ വേണ്ടിയുള്ള ഹെലികോപ്റ്റർ ഷോട്ട്. ഇതാരും അറിയണമെന്നറിയാം, നമ്മൾ സഞ്ജിച്ചോട്ടെ എന്ന് തോന്നുന്നു. അത്ര ഉള്ളു. ഹാട്രിക്, 3 ഔട്ട്. അതായത് 9 നമ്മൾ 5 ഓവറിൽ 10 റണ്ണെടുത്താൽ മതി, സുഖം. ഓക്കെ, നമുക്ക് സഞ്ജുവിനെ സഞ്ജു ചേട്ടനും ധോണി. ഓക്കെ, നമുക്കിപ്പോൾ കളിയിലേക്ക് പോകാം. ധോണി എത്ര ഉള്ളു അടിച്ചു പോയി, ഔട്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഔട്ടായാലും സമയം ഉണ്ടല്ലോ. ആരെ പോയേ? ധോണി ചേട്ടൻ പോയി. പറപ്പിക്കാം. സമയത്തിന് ബോൾ പോകുന്നു. അവിടെ രക്ഷപ്പെട്ടു, ലക്കുണ്ട്. ഔട്ട്, വൈഡുണ്ട് കേട്ടോ. ഔട്ടുണ്ട്, വൈഡുണ്ട്. 2 റൺ. ആരാ പോയേ? പേരാണല്ലോ. ഗരുഡാജ്. ധോണി. റണ്ണില്ല, റണ്ണുണ്ട്. എത്രയും നോക്കാം. 7 റൺ അടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ. എനിക്ക് ഇങ്ങനെയൊക്കെ
പതുക്കെ തൊട്ട് കളിച്ചപ്പോൾ ഒരു ബൗണ്ടറി ഒക്കെ അടിക്കാൻ പറ്റും. ഇത് അടിക്കാൻ പറ്റാനുള്ള ബൗണ്ടറി അവരെ പോലെ. 8 റൺ എടുത്തു. ഇനി 2 റൺ. എന്താ ഇതാ അപ്പോൾ നമ്മൾ അടിച്ച് പപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ ഗൈസ് കളി ജയിച്ചു. നമ്മളങ്ങനെ ഒരു ബൗണ്ടറി അടിച്ച് 6 അടിച്ച് കളി അവസാനിപ്പിച്ചു ഗൈസ്. അപ്പോൾ ചെന്നൈ ജയിച്ചു. 2 വിക്കറ്റ് പോയി. ഇപ്പോൾ 4 അടിച്ച് പറപ്പിച്ചു സഞ്ജു ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള. അപ്പോൾ എന്നാലും പറയാൻ ഇറ്റ്സ് മീ അബിയൽ. അപ്പോൾ എൻ്റെ കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ളൂ. ബൈ.